ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇരിക്കുന്ന എന്താണെന്നറിയോ? നല്ല തുടുതുടുത്ത സ്ട്രോബെറികളാണ് കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയോ കഴിച്ചു കഴിഞ്ഞാൽ? ഇന്നത്തെ വീഡിയോ സ്ട്രോബെറി പാടത്തിൽ നമുക്ക് സ്ട്രോബെറി പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് മാൾട്ടയിലാണ്. ഇത് കണ്ടില്ലേ, സ്ട്രോബെറിയൊക്കെ പറിച്ച് അവർ പാക്ക് ചെയ്ത് വണ്ടിക്ക് കയറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് നോക്കി കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ യാദൃശികമായിട്ട് വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം. ഞങ്ങൾ ഓണറിനോട് ചോദിച്ചപ്പോൾ അതിനെന്താണ്, വന്ന് കണ്ടോളൂ, പറിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതാണ് സ്ട്രോബെറി. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ചിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. ആ വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് കായ്ച്ച് കിടക്കണേന്ന് നോക്കിയേ. ഒരു കൊലയിൽ 3 പഴുത്ത് കിടക്കുന്നു, ബാക്കി പച്ചയാണ്, അടുത്തത് വിളവെടുക്കാറായി കിടക്കുന്നു. സ്ട്രോബെറിയുടെ വില എന്താണെന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഞങ്ങളും അവിടുന്ന് കുറച്ച് പറിച്ചൊക്കെ കഴിച്ചു. എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. ഇത് കായ്ച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. അത്ര മനോഹരമാണ് കാഴ്ച. ഞങ്ങളിങ്ങനെ കുറേ ദൂരം നോക്കി നടന്ന് കണ്ടു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. ചിലയിടത്തൊന്നും ഇല്ല, ചിലയിടത്ത് പച്ചയാണ്. വിളവെടുത്ത് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോയ്ക്കകത്തത് കാണാത്തത്. കണ്ടില്ലേ, 1-2 കിടക്കുന്നത് കണ്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഇതിങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. ഇതിപ്പോൾ മാൾട്ടയിൽ മോസ്റ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ട്രോബെറി പാടം ഉള്ളത് കേട്ടോ. ഇവിടെയുള്ള ഒരാളുടെ സ്വന്തം സ്ഥലമാണിത്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി. വെയിലടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലേസിങ് കണ്ടില്ലേ. അതിമനോഹരമായ കാഴ്ച. ഇതാണ് സ്ട്രോബെറി പാടം. ഇതാണല്ലേ, പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ച് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. വെയിലടിക്കാതെയും മഴ പെയ്യാതെയൊക്കെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. കണ്ണെത്താത്ത ദൂരത്തോളം പരന്ന് കിടക്കുന്നത് കണ്ടു. ആൾക്കാർ കണ്ടില്ലേ, നിന്ന് സ്ട്രോബെറി വിളവെടുക്കുകയാണ്. അവരിത് പറിച്ച് കൂടയിലാക്കി വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അവിടുന്ന് മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇവരുടെ രീതി. ഓർഡർ അനുസരിച്ച്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊരു സ്ട്രോബെറി പാടം കാണുന്നത്. നമ്മുടെ നാട്ടിൽ മൂന്നാർ വട്ടവടയിലൊക്കെ ഇങ്ങനൊരു സ്ട്രോബെറി വിളവെടുക്കുന്ന സമയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഫോറിനേഴ്സൊക്കെ അവിടെ പോകാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ പോകാറുണ്ട്. ഇതാണ് വിളവെടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ട്രേക്കകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. ഇതുപോലെ ഓരോ ട്രേക്കാണ് അവർ വിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ. വളരെ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ചോദിച്ചപ്പോൾ തന്നെ പുള്ളി പറിച്ചോളാൻ പറഞ്ഞു. പറിച്ച് കഴിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് കുറേ വേസ്റ്റുകളൊക്കെ വരുന്നത് അവർ കളയും കേട്ടോ. അങ്ങനെ ഞാൻ 2 പറിച്ചു. വലിയ പാടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് പിടിച്ച് പറിക്കുമ്പോൾ തന്നെ നമുക്കതിൽ അതിങ്ങ് പറഞ്ഞു പോരും. നല്ല രസമാണ് പറിക്കാനും. ഞങ്ങൾക്ക് ലാസ്റ്റ് കുറേ തന്നു കേട്ടോ കഴിക്കാനായിട്ട്. വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളി. ഇതല്ലേ, പുള്ളി ഇപ്പം നിറച്ച് പിന്നെയും പറിച്ച് അതിലേക്ക് കൊണ്ടിടുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ചാനൽ വളരാനായിട്ട് പ്രചോദനമാകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.